സിനോ സ്റ്റാർട്ട് ചെയ്തോ. ഇത് ശ്രദ്ധിക്കണം, വേറൊന്നും സംസാരിക്കാൻ പാടില്ല. അതിന്റെ കൂട്ടത്തിൽ ഫോൺ നോക്കുന്നത് അഡാസിന്റെ ഫീച്ചേഴ്സ് മാത്രം നോക്കാവൂ, വേറെ ഒരു കാര്യങ്ങളും അതിന്റെ അകത്ത് നോക്കാൻ പാടില്ല. ഓക്കെ. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം. പേര് പറയുന്ന പോലെ തന്നെ ഡ്രൈവർ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അഡാസ് എന്ന് പറയുന്നത്. നമുക്കത് ഹ്യുണ്ടായി സ്മാർട്ട് സിസ്റ്റമാണ് നമ്മുടെ ടെക്നോളജിയുടെ പേര് പറയുന്നത്. അത് മോസ്റ്റ്ലി യൂസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവറുടെ സ്ട്രെസ് കുറച്ച് കംഫർട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അഡാസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അഡാസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ്. ഡ്രൈവറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത് അഡാസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിനായിട്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം മുതൽ അല്ലെങ്കിൽ 2 വർഷം മുന്നേ മുതലാണ് അഡാസ് കണ്ടു തുടങ്ങിയത്. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമ്മുടെ റോഡിന്റെ ഒക്കെ അവസ്ഥ ഇപ്പോഴാണ് ബെറ്റർ ആയി തുടങ്ങിയത്. നേരത്തെ ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഹൈവേസ് അതുപോലെ തന്നെ നല്ല റോഡ് ഫെസിലിറ്റീസിൽ ഈ പറയുന്ന ഓടിക്കുന്ന ഡ്രൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത് അഡാസ് എന്ന് പറയുന്നത്. ഈ അഡാസ് എങ്ങനെയാണ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അഡാസ് വർക്ക് ചെയ്യുന്നത്? എന്തൊക്കെ സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ലൈഡാർ സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഡാർ പറഞ്ഞു, ഒരെണ്ണം പറഞ്ഞില്ല. ലൈഡാർ, റഡാർ, 360 ഡിഗ്രി ക്യാമറ, അൾട്രാസോണിക് സെൻസേഴ്സ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? അഡാസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഏതൊക്കെ വണ്ടികളിലാണ് അഡാസ് വരുന്നത്? അഡാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ. അപ്പോ ഇത്രയും വെഹിക്കിൾസിന്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ള പറഞ്ഞു. അപ്പോ എത്ര ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഓരോ വണ്ടിക്കകത്ത് വരുന്നത്? ബെന്യൂന്റെ അകത്ത് ലെവൽ 1 അഡാസ് എത്ര ഫീച്ചർ വരുന്നുണ്ട്? 10 ഫീച്ചർ. പുതിയ വെന്യൂ അല്ല, ഇപ്പൊ ഉള്ള വെന്യൂന്റെ അകത്ത് 10 ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പുതിയ വെന്യൂന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരാൻ പോകുന്ന എത്ര ഫീച്ചേഴ്സാ? 16 ഫീച്ചേഴ്സ്. വെന്യൂ പുതിയ എൻലൈൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുന്ന എത്രയായിരിക്കും? 21 ഫീച്ചേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ. അപ്പൊ പുതിയ വെന്യൂന്റെ അകത്ത് അഡാസ് ലെവൽ 2 ആണ് വരാൻ പോകുന്നത്. നേരത്തെ അഡാസ് ലെവൽ 1 ആണ് കിടക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത വെർണ ആണോ? ലെവൽ 2 എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്? വെർണയ്ക്കകത്ത് എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്? വെർണയ്ക്കകത്ത് 17 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. വെർണയ്ക്കകത്ത് 17 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അടുത്ത ഏതാ? ക്രെറ്റയ്ക്കകത്ത് എത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്? 19 ഫീച്ചേഴ്സ് വരുന്നുണ്ട് ക്രെറ്റയ്ക്കകത്ത്. ഇനി അടുത്ത വേറെ ഏതാ? അൽക്കസാറിൽ എത്ര വരുന്നുണ്ട്? 21 വരുന്നുണ്ടോ? 19 ഫീച്ചേഴ്സേ ഉള്ളൂ അൽക്കസാറിലും. ഇനി അടുത്ത വണ്ടി ഏതാ? അടുത്തത് ട്യൂസോണും അതുപോലെ തന്നെ അയോണിക് 5 പോലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് 21 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ക്രെറ്റ ഇവിക്കകത്ത് 21 ഫീച്ചേഴ്സ് ഇല്ലല്ലോ, 19 ഉള്ളൂ ക്രെറ്റ ഇവിക്കകത്ത്. ഓക്കെ. അപ്പോ ലെവൽ 1 അഡാസ് യൂസ് ചെയ്യുന്നത് പഴയ വെന്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ലെവൽ 2 അഡാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അത് വേണ്ട, അത് ഏറ്റവും ലാസ്റ്റ്.